10-15 ലക്ഷം കൊടുത്ത് എഞ്ചിൻ മാറേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയേനെ. എന്തോ ഭാഗ്യം കൊണ്ടാണ് ഈ വഴി പോയപ്പോൾ കസ്റ്റമർ ജനറൽ ചെക്കപ്പിനായിട്ട് നമ്മുടെ അടുത്തേക്ക് വണ്ടി കൊണ്ടുവന്നത്. ഇതെല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു വണ്ടിയാണ് VRS 230. അപ്പൊ ഈ വണ്ടിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓയിൽ കൂളർ ഫെയിൽ ആയി പോയി. അപ്പൊ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ എഞ്ചിനിലെ ഓയിൽ മൊത്തം കൂളിംഗ് സിസ്റ്റത്തിലേക്ക് എത്തിയിട്ട് കൂളന്റ് ആയിട്ട് കലർന്നിട്ട് ഇപ്പൊ ഇതിൽ കൂളന്റ് ഇല്ല, മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിലാണ്. ഇത് രണ്ട് രീതിയിൽ സംഭവിക്കാം. എഞ്ചിൻ ഓയിൽ കൂളർ പോയാലും സംഭവിക്കാം, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓയിൽ കൂളർ പോയാലും സംഭവിക്കാം. ഇതിപ്പോ ലക്കിലി എഞ്ചിൻ ഓയിൽ കൂളന്റിലോട്ട് കലങ്ങിയിട്ടുള്ളൂ. ഇപ്പൊ ഈ കേസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ കൂളർ മാറി എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ ഫ്ലഷ് ചെയ്ത് മാറിയിട്ട് കൂളിംഗ് സിസ്റ്റം ഫുള്ള് ഫ്ലഷ് ചെയ്തിട്ട് കൂളന്റ് ആക്കി കഴിഞ്ഞാൽ റെഡിയാവും. മറിച്ച് ഇത് തിരിച്ച് സംഭവിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. കൂളന്റ് എഞ്ചിൻ ഓയിലേക്ക് മിക്സ് ആവണത് അതിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇവിടെ ഒന്നും നിൽക്കൂല, അത് വേറൊരു ചെലവ് പിടിച്ച ഒരു പരിപാടിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഓയിൽ കൂളർ പോയിട്ട് വന്നേക്കണ വണ്ടിയാണെങ്കിൽ തന്നെ ട്രാൻസ്മിഷൻ കൂളറിന് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. മറിച്ച് ഗിയർ ഓയിൽ ചെറിയ രീതിയിൽ ഡ്രെയിൻ ചെയ്തിട്ട് അതിൽ വെള്ളം കാര്യങ്ങളൊന്നും ഇല്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വണ്ടി കൊടുക്കുക. അപ്പോൾ പ്രീമിയം കാർ റിലേറ്റ് ചെയ്ത് ആർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ വിളിക്കാൻ നമ്പർ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ തവണയും പറയണ പോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊന്ന് പൊക്കി നോക്കുക, എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.